Meet the editors. വർധനയിൽ വിവേചനമോ എന്നാണ് ചോദ്യം. സ്മൃതി, 2007 മുതൽ നമ്മുടെ രാജ്യത്ത് ഈ കുടുംബാരോഗ്യ പ്രവർത്തനമാണെങ്കിലും ശരി, സാമൂഹികാരോഗ്യ രംഗത്താണെങ്കിലും ശരി, ആശാവർക്കർമാരുടെ സാന്നിധ്യം നമ്മൾ നേരിട്ടറിയുന്നതാണ്. അവർ ചെയ്യുന്ന ജോലി 2007-ലുള്ളതിനേക്കാൾ 2016-ലുള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ 10-35ഓളം ജോലികളാണ് ഒരു ആശാവർക്കർ നിർവഹിക്കേണ്ടി വരുന്നത്. പക്ഷേ അവർക്കിപ്പോൾ പ്രതിമാസം സംസ്ഥാന സർക്കാർ ഓണറേറിയമായി നൽകുന്നത് 7,000, ഇൻസെൻറ്റീവിൻ്റെ ഭാഗമായിട്ട് 1,200. അതൊരു പ്രൊപ്പോർഷൻ അടിസ്ഥാനത്തിലാണ്. 13,500 വരെ പരമാവധി ലഭിച്ചേക്കാം. പക്ഷേ പലപ്പോഴും 10,000-ൽ താഴെ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതേസമയമാണ് PSCയുടെയും അതേപോലെ ഗവൺമെൻറ് ക്ലിയർമാരുടെയും വേതനത്തിൽ വർധനവുണ്ടായിരിക്കുന്നതും. വിവേചനമുണ്ടോ വർധനവിൽ? ഒരു തർക്കവുമില്ല, നല്ല വിവേചനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 12-ാം ദിവസത്തേക്ക് കിടക്കുകയാണ് ഇവരുടെ സമരം. അവർ ഈ പൊരിവെയിലത്ത് ഇങ്ങനെ ഈ സ്ത്രീകൾ സമരം ചെയ്യുന്നത് എന്തിനാണ്? അവർ അന്തസ്സോടെ ജീവിക്കാനാണ് അവർ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല, അതിനോട് ഇൻസെൻസിറ്റീവായ പ്രതികരണങ്ങളാണ് 2 മന്ത്രിമാരും നടത്തിയത്. ധനമന്ത്രി ആയാലും മതി. ധനമന്ത്രി പറഞ്ഞത്, ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്, ആരൊക്കെയോ കുത്തിയിളക്കി നടത്തുന്ന സമരം എന്നുള്ളതാണ്. അങ്ങനെ കുത്തിയിളക്കി സമരം ചെയ്യേണ്ട സാഹചര്യമല്ല. അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ ആ സമരം ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബിന്ദു അവരുടെ സംഘടനയുടെ പ്രതിനിധിയാണ്. അവർ പറയുന്നതാണ് അവരുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്കൊക്കെ തുടങ്ങുന്ന ജോലിയാണ്. ആ ജോലി പിന്നീട് അവസാനിക്കുന്നില്ല. രാത്രി അവർക്കൊരു ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുക എന്നുള്ളതല്ല അവരുടെ ജോലി. ആശുപത്രിയിൽ പോകണം. ചിലപ്പോൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അടിച്ചുവാരലാകാം, വൃത്തിയാക്കലാകാം. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് പിന്നീട് അവർക്ക് ഫീൽഡ് വർക്കിനൊക്കെ ചാർജ് കിട്ടുന്നു. ആ ഫീൽഡ് വർക്ക് ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ കുട്ടികളുടെ പൾസ് പോളിയോവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ ഗർഭിണികളുടെ എണ്ണം എടുക്കലായിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധന്മാരുടെ പരിചരണമായിരിക്കാം. അവരുടെ കാര്യത്തിൽ എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കലായിരിക്കാം. അവർക്ക് മരുന്ന് കിട്ടുന്നുണ്ടോ യഥാസമയം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കലായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ പോകുന്നു. പല വീടുകളിൽ നിന്നും അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധമാരായ ആളുകൾ എങ്ങനെയൊക്കെ പെരുമാറും, ചിലപ്പോൾ ദേഷ്യത്തിൽ പെരുമാറുന്നവരുണ്ടാകാം, ആട്ടിപ്പായിക്കുന്നവരുണ്ടാകും. അവരോടൊക്കെ വളരെ അനുഭാവപൂർവ്വം പ്രതികരിക്കുന്നത് എന്താ വെച്ചാൽ ആത്യന്തികമായ ഒരു നേഴ്സാണ്. നേഴ്സിൻ്റെ മനസ്സോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ശരിക്കും ആ രൂപത്തിൽ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്ന അവരുടെ ജീവിതം എത്രത്തോളം ദുർഘടമാണ്. ഇങ്ങനെ ഈ മാസത്തിൽ 29 ദിവസം പണിയെടുത്ത് ഒരൊറ്റ ദിവസം അവരുടെ ഈ വാർഡ് തല സമിതിയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അപ്പക്കട്ടിയും 7,700 രൂപ. 7,000 രൂപ തികച്ച് എല്ലാ മാസവും കിട്ടുന്ന ഒരൊറ്റ ആശാവർക്കർമാരില്ല എന്നാണ് പറയുന്നത്. ഒറ്റ ആശാവർക്കർമാരില്ല. ആ രൂപത്തിലാണ് എല്ലാവരിൽ നിന്നും 1 ദിവസം 2 ദിവസമൊക്കെ ചിലപ്പം ഈ യോഗത്തിൽ പോയിരിക്കും, അവർ ജോലി ചെയ്യുന്നുണ്ടാവും, ആ യോഗത്തിൽ പോയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും അതിൽ നിന്ന് പൈസ കട്ട് ചെയ്യും. ഇതാണ് അവരുടെ ജീവിതാവസ്ഥ. അപ്പോൾ പലതരത്തിൽ അവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പിന്നീട് ഈ ഒരു വീട്ടിൽ നിന്നും ഒരാളിൽ നിന്നും 60-ലേറെ വിവരങ്ങൾ തിരക്കണം. ഒരു ചെറിയ കാര്യമല്ല. അത് തിരക്കി അത് എഴുതി വെച്ചിട്ട് അത് ആശുപത്രിയിൽ പോയി അത് അവിടെ രേഖാമൂലം അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷമേ അവർക്ക് മടങ്ങാൻ പറ്റുകയുള്ളൂ. അതിനുള്ള സമയം രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ രാത്രി അയക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ പങ്കെടുക്കുന്ന ആളുടെ മൊബൈലിലേക്ക് OTP അയച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കേണ്ടത്. അതാണ് ഈ മന്ത്രി നേരത്തെ പറഞ്ഞത്, ശൈലി ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞത്. ശൈലി ആപ്ലിക്കേഷനിൽ ഈ OTP നൽകുമ്പോൾ അത് ഇപ്പോഴത്തെ OTP തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും അതിനോട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം. പിന്നീട് ഇവർക്കാകെ 200 രൂപയാണ് ഈ ഫോൺ റീചാർജ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. 200 രൂപ. 200 രൂപയിൽ എങ്ങനെയാണ് ഇവർ കൂടുതൽ ആളുകളിൽ നിന്ന് കാര്യങ്ങൾ തിരക്കുകയും അവരെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക? ഒരു പ്രൈവറ്റ് കണക്ഷൻ എടുക്കാൻ എത്ര രൂപയാകും എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. BSNL ഇവരാരും ഓപ്റ്റ് ചെയ്യുന്നില്ല. BSNL കാര്യങ്ങൾ നടക്കാറില്ല. അതുകൊണ്ട് അപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇതൊക്കെ ഈ 7,000 നിന്നാണ് പോകുന്നത്. ഇനി ഇൻസെൻറ്റീവ് നൽകേണ്ട കേന്ദ്രമാണ്, കേന്ദ്രം കൊടുത്തിട്ടില്ല. കേന്ദ്രം നൽകേണ്ട 100 കോടി നൽകാത്തതുകൊണ്ട് അതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടി വരുന്നു എന്ന് മന്ത്രി വീണ പറയുന്നുണ്ട്. പക്ഷേ മന്ത്രി വീണ ജോർജ് പറയുന്നത് നമുക്കിതാ ഡൽഹിയിലേക്ക് പോകാം സമരവുമായി, ഞാനും ഉണ്ട് കൂടെ. അത് പറയുന്ന ശരിയായ രീതിയല്ല. കാരണം ഇവിടെ സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടാണെങ്കിൽ കേന്ദ്രത്തെ പറയാം. കേന്ദ്രം ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തോ? അത് പോട്ടെ, സംസ്ഥാന സർക്കാർ കേന്ദ്രം നൽകുന്ന തുക കിട്ടാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചേനെ. ആ ബുദ്ധിമുട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് മന്ത്രിസഭാ തീരുമാനം. അവിടെ ഇരട്ടിയിലധികം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താണ് KV തോമസ് ഈ കേന്ദ്ര പ്രതിനിധി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. ചില കാര്യങ്ങൾ അദ്ദേഹം പോയി സംസാരിക്കുന്നു, കേന്ദ്രമന്ത്രിമാരെ കാണുന്നു, അദ്ദേഹത്തിന് പരിചയം ഉണ്ടാകും. ഇത്ര കാലത്തെ ദീർഘകാലം മന്ത്രിയായി, ദീർഘകാലം കേന്ദ്രമന്ത്രിയായി, ദീർഘകാലം MP ആയി, കേന്ദ്രത്തിലെ മന്ത്രിമാരുമായിട്ടും MP മാരുമായിട്ടൊക്കെ നല്ല ബന്ധവും സൗഹൃദവും ഉണ്ടാകാം, സംസാരിക്കാൻ
ജീവിക്കാനുള്ള ശേഷിയുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം, എന്തൊക്കെ നേടിയെടുത്തിരിക്കുന്നു കെ വി തോമസ് എന്ന കേന്ദ്ര പ്രതിനിധി? സമ്പത്തിനേക്കാൾ കുറച്ചുകൂടി, നേരത്തെ സമ്പത്തായിരുന്നല്ലോ, സമ്പത്തിനേക്കാൾ കുറച്ചുകൂടി ആളുകളിലേക്ക്, നേതാക്കളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ എന്ത് നേടിത്തന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. പകരം അദ്ദേഹത്തിന് എന്തൊക്കെയാണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല രൂപമുണ്ട്. കാരണം എനിക്ക് ശമ്പളം വേണ്ട, ഓണറേറിയം മതി എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ആയി കഴിയുമ്പോൾ എല്ലാ പെൻഷനും വാങ്ങാം. MLA പെൻഷൻ, MP പെൻഷൻ, അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള പെൻഷൻ എല്ലാം അദ്ദേഹം നേടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തോട് ഈ വർധനയെക്കുറിച്ച്, യാത്രാപത്രയുടെ വർധനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ മനസ്സറിഞ്ഞ സഹായം തീരുമാനം വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന്. അറിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ അടുത്ത സർക്കാരിനോട് പ്രതിപക്ഷത്തു നിന്നും ഒരു MLAയുടെ ചോദ്യം, എത്രത്തോളം കെ വി തോമസിൻ്റെ കാര്യത്തിൽ ചെലവായി എന്ന് ചോദിക്കുമ്പോൾ 2021 മുതലുള്ള കണക്ക് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നുണ്ട്. 57.41 ലക്ഷം രൂപയാണ് ഇതുവരെ ചെലവായതെന്ന്. അതുകൂടാതെയാണ് ഇപ്പോൾ യാത്രാപത്ത 11 ലക്ഷത്തിന് മേലെയാക്കി കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അത് അവിടെ നിൽക്കുന്നു. ഇനി PSC അംഗങ്ങളുടെ കാര്യത്തിൽ, PSC അംഗങ്ങൾ നിലവിൽ 21 ആണല്ലോ ഉള്ളത്. ഒരു ഇത് ഒഴിച്ചിട്ടിരിക്കുകയാണ്, ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 20 അംഗങ്ങൾ, ചെയർമാൻ അടക്കം PSC അംഗങ്ങൾക്ക് ഇപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള എന്ത് സാഹചര്യമാണുള്ളത്? ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ, കേന്ദ്രത്തിലേക്ക് നമുക്ക് സമരം ചെയ്യാമെന്ന് പറയുമ്പോൾ PSCക്കാരുടെ കാര്യത്തിൽ എന്താണ് പറ്റാത്തത്? അപ്പോൾ എന്താണ് ഒരു PSC അംഗമാകാനുള്ള യോഗ്യത? രാഷ്ട്രീയം മാത്രമാണ് യോഗ്യത, വേറെ ഒരു യോഗ്യതയുമില്ല. ഒരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ, അതായത് സർക്കാരുമായി ബന്ധം, അതിലുള്ള സ്വാധീനമൊക്കെ അനുസരിച്ച് PSC അംഗമാകാം. അപ്പോൾ അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, 1ാം ക്ലാസ് ടിക്കറ്റുണ്ട്, PA ഉണ്ട്, ദാഫിദാറുണ്ട്, ഡ്രൈവറുണ്ട്, ആശ്രിതർക്ക് ചികിത്സയ്ക്ക് പണമുണ്ട്, ചെയർമാന് കാറും വീടുമുണ്ട്. എന്താ സുഖം? അതിനൊക്കെയുള്ള പണം കൂട്ടിക്കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പൈസയില്ല എന്ന് പറയുമ്പോഴാണ് ഈ വശത്ത് ഈ രൂപത്ത്, അതുപോലെ ഹൈക്കോടതി, സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കൂട്ടി അവർക്കൊക്കെ ചിലപ്പം കാലാനുസൃതമായി കൂട്ടേണ്ട സാഹചര്യമായിരിക്കാം. പക്ഷേ അതിന് പണമില്ല എന്നൊരു വശത്ത് പറയുമ്പോൾ അത് വളരെ തുച്ഛമായ തുക മാത്രം കൂട്ടി ചെയ്യുന്നു. ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ, ഇവിടെ വിലവർധനയുടെ കാലത്ത് ജീവിക്കാനുള്ള ഒരു 21,000 രൂപ ചോദിക്കുന്നവർക്കാണ് 7,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴും പറയുന്നത് എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ കൂടുതലാണ് അത്ര കൊടുക്കുന്നത്. അപ്പോൾ കേന്ദ്രം നമുക്ക് പലതും തരാതിരിക്കുമ്പോൾ എന്താ ഇവിടെ സംസ്ഥാനം പറയാറ്? നമ്മുടെ ജീവിത നിലവാരം ഉയർന്നതാണ്, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണ്, അപ്പോൾ നമ്മുടെ ഉയർന്ന ജീവിത രീതിയാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തരണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതേ മന്ത്രി തന്നെ പറയുകയാണ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇലക്ഷൻ വരാനാകുമ്പോഴേക്കും ഇവിടെ ക്ഷാമകത്തെ കൂട്ടിയിട്ടും ആ സമയത്ത് ഈ ഓണറേറിയം കൂട്ടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഈ വിവേചനം കൃത്യമായി ജനം മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ജനം പെരുമാറും. ആ സ്ത്രീകൾക്കൊപ്പമാണ് ഞാൻ. അവർ സമരം ചെയ്യാൻ ഇന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, മറ്റ് ജില്ലകളിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്ന സ്ത്രീകളുടെ വാഹനം അടക്കം ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ നിന്ന് അവരെ തിരിച്ചയച്ചിട്ടുണ്ട്. അങ്ങനെ സമരത്തിൽ എണ്ണം അധികം കൂടണ്ട എന്ന് പറയുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് CPM പ്രതിനിധി ഉണ്ടായിരുന്നില്ല. കാരണം അവർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ മറ്റൊരു പ്രതിഷേധ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിവേചനത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ, നടപടി ഉണ്ടായില്ലെങ്കിൽ ജനം മുഴുവൻ സർക്കാരിനെതിരെ തിരിയും. തീർച്ചയായിട്ടും ആശാവർക്കർമാരുടെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ടേക്ക്. വർധനയിൽ വിവേചനമോ എന്നാണ് ചോദ്യം. തീർച്ചയായും വലിയ വിവേചനമുണ്ട്. ഞാൻ ആശാവർക്കർമാർക്കെതിരെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. ഒരു എക്കണോമിക് വാറാണ് യഥാർത്ഥത്തിൽ. നോക്കൂ, ആശാവർക്കർമാർ 2005 ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ നമ്മളുടെ രാജ്യത്തെ തന്നെ സാമൂഹികാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, സോഷ്യൽ ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ, കമ്മ്യൂണിറ്റി ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ അവർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജോലിയുടെ 30ഓളം മടങ്ങ് ജോലിയാണ് ഇന്നിപ്പോൾ ഓരോ ആശാവർക്കർമാരും എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഡ്യൂട്ടികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഞാനൊരു കണക്ക് പറയാം. നമ്മുടെ രാജ്യത്ത് 10 ലക്ഷത്തോളം ആശാവർക്കർമാരുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം 27,000-ഓളം ആശാവർക്കർമാർ. ആ 27,000-ഓളം ആശാവർക്കർമാരിൽ പലയിടങ്ങളിലും നടത്തിയ പഠനങ്ങളിൽ, രാജ്യവ്യാപകമായി നടത്തിയ സർവേ സാമ്പിളെടുത്ത് നടത്തിയ പഠനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 30% ആശാവർക്കർമാരും അവരുടെ പ്രഭാത ഭക്ഷണം കൃത്യമായി കഴിക്കാറില്ലത്രേ. 13% ആശാവർക്കർമാർ അവർക്ക് ഡെയിലി ഒരു മീൽ നഷ്ടപ്പെടുമത്രേ. 10% ആശാവർക്കർമാർക്ക് അവരുടെ വീട്ടിൽ അവസാനത്തെ ഭക്ഷണം കഴിക്കുന്നയാളാണ് ആശാവർക്കർ അത്രേ. ഇതാണ് രാജ്യത്തെ കണക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായി ഈ ഗർഭിണികളെ ഐഡൻറ്റിഫൈ ചെയ്യുക,
ചെയ്യുക, പാലിയേറ്റീവ് കെയർ നോക്കുക, വാക്സിൻ എടുത്തോ തുടങ്ങിയ കാര്യങ്ങൾ തിരയുക എന്നത് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പാണെങ്കിലും ശരി, പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ശരി, വിവിധ സർവേകൾ ഏകോപിപ്പിക്കേണ്ട ചുമതല കൂടി ഇവർക്കുണ്ട്. 35ഓളം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇന്ന് ഓരോ ആശാവർക്കർമാരിലുമുണ്ട് എന്നുള്ളതാണ്. അതിനെവിടെയാണ് സമയം? നേരത്തെ 4 ദിവസമായിരുന്നത് ഇപ്പോൾ ഒരാഴ്ച കിട്ടിയാലും സമയം തികയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പുലർച്ചെ ഇറങ്ങണം, ചിലപ്പോൾ വൈകി എത്താൻ സാധിക്കൂ. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഗർഭിണിയെക്കുറിച്ച് ആ വാർഡിലുള്ളൊരു വിവരം ലഭിക്കുക. അവിടെ പോയി തയ്യാറാക്കി ഡയറിക്കുറിപ്പ് എഴുതാതെ കിടന്നുറങ്ങാൻ കഴിയില്ല നമ്മുടെ ആശാവർക്കർമാർക്ക്. നോക്കൂ, ഇത് ഏതെങ്കിലും തരത്തിൽ ഗർഭിണിയുടെ ഒരു വിവരം മിസ്സായിപ്പോയാൽ എന്താ സംഭവിക്കുക? 3 മാസം കഴിഞ്ഞ് ഒരു ദിവസം ആ ഗർഭിണിക്കായി ആ കുട്ടി അറിഞ്ഞില്ല എന്ന് കരുതുക, ആ കുടുംബം അറിഞ്ഞില്ല എന്ന് കരുതുക, ഇവരുടെ 600 രൂപ കട്ട് എന്നുള്ളതാണ്. പ്രത്യേക ഇൻസെൻറ്റീവായി കിട്ടേണ്ട പണം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പ്രസവം നടത്തുന്നത് സർക്കാർ ആശുപത്രിയിലല്ല, സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലോ ഇൻസെൻറ്റീവ് കട്ട്. അപ്പോഴും ആരുടെ പൈസയാണ് പോകുന്നത്? ഇവർക്ക് കിട്ടുന്ന പരമാവധി നമുക്ക് ലഭിക്കുന്ന 13,500 രൂപയാണ് ഈ ആശാവർക്കർമാർക്ക് ലഭിക്കുക. ആ പണമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ അനുഭാവപൂർവ്വമായി സർക്കാർ ഇത് പരിഗണിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ വ്യക്തമായി തന്നെ പറയണം. 2015 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ എന്തായിരുന്നു? 2016 വരെ ആദ്യം 500 രൂപയായിരുന്നു, പിന്നീട് 2015 അത് 600 രൂപയാക്കി മാറ്റുന്നു, 1000 രൂപയാക്കി മാറ്റുന്നു. പിണറായി സർക്കാർ വരുന്ന സമയത്ത് 1000 രൂപയായിരുന്നു ഒരു ആശാവർക്കർക്ക് ഒണേറിയമായി ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ 7000 രൂപ സംസ്ഥാന സർക്കാർ ഒണേറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഒറ്റയടിക്ക് കൂട്ടിയത് 2023 സമരത്തിലാണ് എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് 5000-ഓളം രൂപ കൂട്ടുന്നത്. അങ്ങനെ 7000 രൂപ ഒണറേറിയമായിട്ട് കൊടുക്കുന്നു. ഇൻസെൻറ്റീവായിട്ട് 3000 രൂപ, അതിൽ 60:40 എന്ന കണക്കിലാണ്. എന്ന് പറഞ്ഞാൽ 1800 രൂപ സംസ്ഥാന സർക്കാർ, 1200 രൂപ കേന്ദ്ര സർക്കാർ. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഒണേറിയം എന്ന നിലയിൽ കിട്ടുന്ന 2000 രൂപ, ഇതെല്ലാം കൂടി കിട്ടി. കൂടാതെ ടെലിഫോണിന് വേണ്ടി കിട്ടുന്ന 200 രൂപ മാസം കിട്ടുന്നത്, അതേപോലെ മറ്റ് ഇൻസെൻറ്റീവുകൾ ചേർത്ത് കിട്ടുന്ന 3000 രൂപ. ഇതെല്ലാം കൂടി ചേർത്താൽ മാത്രമാണ് ഈ 13,500 രൂപ കിട്ടുക. അതിന് 10 പ്രധാനപ്പെട്ട നിബന്ധനകളുണ്ട്. ഇപ്പോൾ പാലിയേറ്റീവ് രോഗിയെ ചികിത്സിക്കുക, ആ പാലിയേറ്റീവ് രോഗിയുടെ വീട്ടിൽ ഇത്ര ദിവസം കൃത്യമായി സന്ദർശനം നടത്തുക, അത് സന്ദർശനം നടത്തിയതിൻ്റെ കൃത്യമായ റെക്കോർഡ് രേഖപ്പെടുത്തുക, ഇതെല്ലാം ആശാവർക്കർമാരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ശരിയാണ്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1000 രൂപയിൽ നിന്ന് 7 മടങ്ങ് ആശാവർക്കർമാരുടെ ഒണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മാറി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന വേതനത്തിലും കാലാനുസൃതമായ മാറ്റമുണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനു മുമ്പും സമരം ചെയ്തിട്ടുണ്ട്. 11 വർഷം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരു വലിയ സമരം. അന്ന് ആ സമരത്തിന് അവർ ആവശ്യപ്പെട്ടത് 500 രൂപയെങ്കിലും കൂട്ടിത്തരൂ എന്നുള്ളതാണ്. 1000 രൂപയാക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അന്ന് വി. ശിവകുമാർ പറഞ്ഞത് 100 രൂപ കൂട്ടിത്തരാം എന്നാണ്. അതിനെതിരെ വലിയ ശക്തമായ സമരം നടന്നു. പിന്നീടാണ് 1000 രൂപയായി അത് ഉയർത്തുന്നത്. അത് പിന്നീട് 7 മടങ്ങായി വർദ്ധിപ്പിച്ചു എന്നത് നേരാണെങ്കിലും അത് നിലവിൽ അവരുടെ ജോലിക്കോ അവരുടെ ആവശ്യത്തിനോ ഉതകുന്നതല്ല. നോക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ ഒണറിയം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് 233 രൂപയാണ്. ആ 233 രൂപ കൊണ്ട് 2 മക്കളുള്ള അച്ഛനും അമ്മയുമുള്ള ഒരു ആശാവർക്കറുടെ വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോവുക? അവർ മറ്റേതെങ്കിലും ജോലി ചെയ്യാൻ അവർക്ക് സമയവും സാഹചര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഈ 7000 രൂപ അവരെ സംബന്ധിച്ച് അഡീഷണൽ ഇൻകം ആയിരുന്നു. ഇതവരുടെ സോൾ ഇൻകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അവരുടെ ശമ്പളം കാലാനുസൃതമായി വർദ്ധിപ്പിക്കാതിരിക്കുകയും ഡൽഹിയിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചുമതല നൽകിയിരിക്കുന്ന KV തോമസിന് അഡീഷണലായി 5 ലക്ഷം രൂപ ഓരോ മാസവും വർധനവ് യാത്രാഭത്തയായിട്ട് അദ്ദേഹം ആവശ്യപ്പെടാത്തതിനെ അനുവദിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു വിവേചനമുണ്ട് എന്നുള്ളതാണ്. ഞാൻ പ്ലീഡർമാരുടെ കാര്യം പറയുന്നില്ല. കാര്യം അവരവരുടെ സേവനത്തിലാണ് പണം വാങ്ങുന്നത്. കാര്യമായ പണി ഈ പ്ലീഡർമാർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ PSC ചെയർമാൻ്റെ കാര്യത്തിലോ 2,26,000 രൂപയിൽ നിന്ന് 3,80,000 1,60,000 രൂപയോളം ഒറ്റയടിക്ക് വർധനമുണ്ടാവുകയാണ്. ഈ ആശാവർക്കർമാർക്ക് 27,000 ആളുകൾക്ക് 7,000 രൂപ വീതം മാസം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒണേറിയം നിങ്ങൾ അവരാവശ്യപ്പെടുന്നത് പോലെ 21,000 ആക്കി മാറ്റണമെങ്കിൽ ഒരു മാസം 37 കോടി 80 ലക്ഷം രൂപ വേണ്ടിവരും. 37 crore 80 lakhs. സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ ഇതിന് അനുവദിക്കുന്നില്ല. മാത്രമല്ല ആ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുകയുമില്ല. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒണേറിയം കൊടുക്കുന്ന സംസ്ഥാനം
സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. എനിക്ക് തോന്നുന്നു കേരളം മാത്രമാണ് 7,000 രൂപ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ കർണാടക 10,000 രൂപ കൊടുക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ലോക്സഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ്. പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശ് അടക്കം 1,500 രൂപയാണ് സംസ്ഥാനത്തിൻ്റെ ഓണറേറിയം. കേരളത്തിൽ ഇത് 7,000 കൊടുക്കുന്നു. മറ്റ് ഇൻസെൻറ്റീവുകൾ കൂടി കൂട്ടിച്ചേർത്താൽ 13,500 എന്ന കണക്കിലേക്ക് എത്തുന്നു. പക്ഷേ അതുപോലെയല്ല കേരളത്തിലെ ജീവിത നിലവാരവും. ആശാ വർക്കർമാർ മറ്റിടങ്ങളിൽ പണിയെടുക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടുകൂടി കേരളത്തിൽ പണിയെടുക്കുന്നു എന്നുള്ളതും കണക്കിലെടുക്കുമ്പോൾ അവരുടെ ആവശ്യം ന്യായമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരും ഒരേ സമയം കേന്ദ്ര സർക്കാരും എന്ന് പറയാനുള്ള കാര്യം കേന്ദ്ര സർക്കാർ ആകെ വർദ്ധിപ്പിച്ചത് 2,000 രൂപയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോഴും ആ 2,000 രൂപ നിൽക്കുക. എന്നിട്ടും അത് കൃത്യസമയത്ത് കൊടുത്തു തീർക്കുന്നില്ല. കുടിശ്ശികയിട്ടിരിക്കുക 2,000 രൂപ. ഇൻസെൻറ്റീവ് കുടിശ്ശിക കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 3,000 രൂപയിൽ 40% ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 1,200 രൂപ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടത് കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കൊടുക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ് കുടിശ്ശിക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കുടിശ്ശിക അടക്കമാണ് ഇപ്പോൾ 52 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 മാസത്തെ കുടിശ്ശിക കൊടുക്കുന്നു. ഈ സമരം കൊണ്ട് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു. അതൊരു വലിയ നേട്ടമായി നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത്തത് നിബന്ധനകൾ ഒഴിവാക്കിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10ഓളം നിബന്ധനകൾ ഉണ്ടായിരുന്നു ഈ ഇൻസെൻറ്റീവ് കിട്ടാൻ. ആ ഇൻസെൻറ്റീവ് കിട്ടുന്നതിന് നിബന്ധനകൾ ഒഴിവാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അവർ ഈ പണിയിൽ തുടർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവരാവശ്യപ്പെടുന്നത് പോലെ 21,000 വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരു 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 10,000 രൂപയാക്കാനുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അതായത് 37 കോടിയാവുന്നല്ലേ പറഞ്ഞത്? ഒറ്റയടിക്ക് 37. പക്ഷേ ഈ PSC അംഗങ്ങളുടെ വർധനയിലും ഒറ്റയടിക്ക് 35 കോടിയാകും. പക്ഷേ അല്ല, ഇതൊരു മാസമാണ് അത്രയും വേണ്ടി വരുന്നത്. ഒരു മാസം 37 കോടി വേണ്ടി വരും. അങ്ങനെ വന്നാൽ 12 മാസം കൊണ്ട് ഏകദേശം 360 കോടിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. 12 3 36 360 കോടി രൂപ. അത് നിലവിൽ സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഒരു മാസം 37 കോടി എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ പകുതിയാണെങ്കിൽ 19 കോടി, വീണ്ടും അതിൻ്റെ പകുതി 3,500 രൂപയാണെങ്കിൽ ഒരു 8 കോടി 10 ലക്ഷം രൂപ ഒരു മാസം അധികമായി ചിലവാകും. ആ 8 കോടി രൂപ സംസ്ഥാന സർക്കാർ ചിലവാക്കുന്നത് കൊണ്ട് നമ്മളുടെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം 10,000 രൂപ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി മാറും. വലിയ തുകയല്ല, പക്ഷേ ഇൻസെൻറ്റീവുകൾ അടക്കം അത് കൂട്ടി വരുമ്പോൾ അത് ഏകദേശം 16,000 17,000 രൂപയ്ക്ക് അടുത്ത് വരും. പക്ഷേ അത് അവരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു പ്രേരണയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. മിനിമം 3,000 രൂപ അവരുടെ കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചേ മതിയാകൂ. അതല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരെ തിരിയും. ഇത് ക്ഷേമ പെൻഷൻ പോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം കൂടിയാണ്. കാര്യം നമ്മുടെ ഈ ആശാ വർക്കർമാരെയൊക്കെ നമ്മളൊക്കെ വിളിക്കുന്നത് എന്താ? ചേച്ചി എന്ന് വിളിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് വയ്യാതായാൽ, ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ, ഒരു കുട്ടിക്ക് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ കോവിഡ് കാലത്ത് എത്രയോ തവണ നമ്മുടെ വീടുകളിലേക്കൊക്കെ വന്നു കയറിപ്പോയി. ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്. ഇവർ അനീമിക്കായ പേഷ്യൻസ് ആണ് കേട്ടോ. പലരും ഈ വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇവർ മാറുന്ന അവസ്ഥയുണ്ട്. അതേപോലെ ജെൻഡർ വിവേചനം നേരിടുന്നവരാണ് ഇവർ. ഇവരുടെ വീട്ടിൽ തന്നെ ജെൻഡർ വിവേചനം നേരിടുന്നവരാണ്. ഇതിനിടയിൽ ഇവർക്ക് ഡൊമസ്റ്റിക് വർക്കുണ്ട്. വീട്ടിലെ പണി കൂടി ഇവർ ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത് ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. അവരെ ശാക്തീകരിക്കാൻ കൊണ്ടുവന്നൊരു പദ്ധതി ഇന്നവരെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറരുത് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ആശാ വർക്കർമാരുടെ മേൽ ഒരു സാമ്പത്തിക യുദ്ധം അടിച്ചേൽപ്പിക്കരുത്. 3,000 രൂപയെങ്കിലും മിനിമം സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണം. കേന്ദ്ര സർക്കാർ കുടിശ്ശിക കൊടുക്കുക മാത്രമല്ല 1,000 രൂപയെങ്കിലും കേന്ദ്ര സർക്കാർ ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ടും കൂടി വന്നാൽ ഒരു 4,000 രൂപ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും. അത് ഏകദേശം ഒരു 17,000 രൂപയിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണക്കായിട്ട് അത് തുടരുകയും ചെയ്യും. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ ഇത് PSC ചെയർമാൻമാർക്ക് മാത്രം അവരാവശ്യപ്പെട്ടതാണെങ്കിലും KV തോമസിൻ്റെ കാര്യത്തിൽ അവരാവശ്യപ്പെടാതെയാണെങ്കിലും പ്ലീഡർമാരുടെ കാര്യത്തിലാണെങ്കിലും എടുത്തിരിക്കുന്ന വർധന ആശാ വർക്കർമാരുടെ കാര്യത്തിലും സർക്കാർ എടുക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെയും ടേക്ക്. നിലവിൽ വർധനയിൽ വിവേചനമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വർധനയിൽ വിവേചനമോ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റിൻ. വർധനയിൽ വിവേചനം എന്ന് മാത്രമല്ല ആശാ വർക്കർമാരുടെ കാര്യത്തിൻ്റെ അകത്ത് കടുത്ത വിവേചനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്താണ് അഹങ്കരിച്ച് നമ്മൾ ഈ പറയുന്ന സമയത്ത് കേരളത്തിലുള്ള 27,000 വരുന്ന ആശാ വർക്കർമാർ രാവും പകലും ഇല്ലാതെ രാത്രിയും പകലും ഇല്ലാതെ പൊരി വെയിലത്ത് ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ കൂടിയെല്ലാം കയറി ഇറങ്ങി അവരുടെ കണ്ണീരൊപ്പി എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഭയങ്കര മേനി നടിക്കുന്നത്. എന്ത്, നമ്മൾക്ക് ഇവിടെ ഭയങ്കര ആരോഗ്യ സുരക്ഷയാണ് എന്നുള്ളതുകൊണ്ടാണ്. എത്രയോ വീടുകളിലാണ് പാലിയേറ്റീവ് കെയറുകളിലാണ് ആൾക്കാരിങ്ങനെ തളർന്നു കിടക്കുന്നതും അതുപോലെ രോഗികളായി കിടക്കുന്നതും ഗർഭിണികളായി കിടക്കുന്നതും. അവരെല്ലാം പോയി അവരുടെ ഡീറ്റെയിൽ എടുത്ത് ലിസ്റ്റ് എടുത്ത് കറക്റ്റായിട്ട് അതായത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ട് കൊടുക്കുകയും അത് അവസാനം മന്ത്രിയുടെ അടുത്ത് എത്തുകയും ചെയ്യുമ്പോഴാണ് അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 27,000 വരുന്ന ഈ പറഞ്ഞ നിർധനരായ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ കുടുംബം ഒഴിവാക്കി അവർ ജോലിക്ക് ഇറങ്ങുന്നതിന് കാരണം എന്താണ്? ഇവിടെ തൊഴിലുറപ്പിന് പോയാൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും.
അത്ര പോലും പൈസ ഇവിടെ കിട്ടുന്നില്ല. 200 രൂപയാണ് ഇവർക്ക് ഓരോ ദിവസം കിട്ടുന്നത്. 200 ചില്ലറ രൂപ, 233 രൂപയാണ് കിട്ടുന്നത്. എല്ലാം കിട്ടിയാൽ അതിൻ്റെ അവസ്ഥ എന്താ? 2 മാസത്തെ കുടിശ്ശിക കിട്ടാൻ വേണ്ടിയിട്ട് സമരം നടത്തേണ്ട അവസ്ഥയാണ് കേരളത്തിലെ. പണിയെടുത്തിട്ട് പൈസ കൊടുക്കാതെ നമ്മൾ മേനി ധരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിപ്പോൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? എന്താണ് വേണ്ടത്? 27,000 ഇൻറ്റു 7,000 എന്ന് പറഞ്ഞാൽ ആകെ വേണ്ടത് 18,90,00,000 രൂപയാണ്. 27,000 പേരുടെ, കേരളത്തിലെ 27,000 പേരുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടുപോകാൻ 18,90,00,000 ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ ഈ മന്ത്രി രാജിവെച്ചിട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ എന്താണ് ഇത്രയും വരുന്ന ആൾക്കാരെ കൊണ്ട് ഈ ജോലി മുഴുവൻ എടുപ്പിച്ചിട്ട് പണം കൊടുക്കുന്നില്ലെങ്കിൽ അതിന് സമരം നടത്തേണ്ട കാര്യമാണോ ചെയ്യേണ്ടത്? ഒരു കാര്യം ശരിയാണ്, 2016 UDF സർക്കാർ ഇറങ്ങുന്ന സമയത്ത് 1000 രൂപയായിരുന്നു ആശാവർക്കർമാരുടെ കൂലി. ഇന്നത് 7,000 രൂപയുണ്ട്. അത് വലിയ മാറ്റമാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണ്, ഈ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയിട്ട് കർണാടക ഗവൺമെൻറ് 10,000 രൂപയാക്കുകയാണ്. ഏപ്രിൽ തമിഴ്നാട് 7,000 ഓൾറെഡി കൊടുക്കുന്നുണ്ട്. സിക്കിം 10,000 കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാത്രമാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് പിന്നെ എന്താണ് ശമ്പളം കൊടുക്കുന്നതെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. 10,000 കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന മേനി തടിക്കൽ മാത്രമല്ല, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പാവങ്ങളുടെ കണ്ണീരൊപ്പുകയാണ് ആദ്യം വേണ്ടത്. അവരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നുള്ളതുപോലെ തന്നെ ഈ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഭയങ്കര മേനി എടുക്കുമല്ലോ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ 1 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇടപെടേണ്ട സർക്കാരാണ് അല്ലേ? അവർക്ക് തൊഴിൽ വകുപ്പില്ലേ ഈ പറയുന്ന സംവിധാനം? 27,000 പേർക്ക് ശമ്പളം കൊടുക്കാനിരിക്കുന്ന സ്ഥലത്ത് തൊഴിൽ വകുപ്പ് ബന്ധെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്തുകൊണ്ട് പറയുന്നില്ല ഇവർക്ക് ശമ്പളം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇവിടുന്ന് ഒരാൾക്ക് ഒരു മാസം ഒരു പൂട്ടിപ്പോകാൻ പറ്റുന്ന കമ്പനിക്ക് PF അടച്ചില്ലെങ്കിൽ അന്നേരം ലെറ്റർ വരും. എന്ത് പറഞ്ഞിട്ട്? PF അടയ്ക്കുന്ന ഒരു ലെറ്റർ വരില്ലേ? പൂട്ടിപ്പോയ കമ്പനിക്ക് ലെറ്റർ വരും. അതുപോലെയാണോ? പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പെറ്റീഷൻ എഴുതിയിട്ട് നമ്മുടെ PF-ൻ്റെ ഓഫീസിലോ തൊഴിൽ വകുപ്പിൻ്റെ ഓഫീസിലോ കൊണ്ട് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ ആ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്യോഗസ്ഥന്മാർ വരില്ലേ? 27,000 കോടി രൂപ ശമ്പളം കൊടുക്കാനുള്ള, 27,000 ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള സർക്കാർ എന്തെടുത്തോണ്ടിരിക്കുകയാണ്? 18,90,00,000 രൂപ കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ലേ? 2 മാസമായിട്ട് കൊടുത്തില്ല. അതിനുവേണ്ടി സമരം നടത്തുന്നു. ഇനി എന്താ അവരുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത്? ഇതെങ്കിലും വലിയ മാനദണ്ഡമില്ലാതെ 10 ഇനം മാനദണ്ഡങ്ങളാണ് 7,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോകത്ത് എവിടെയും ഇങ്ങനെ പണിക്കാരെ കിട്ടുമോ? ഏതാവശ്യത്തിന് വേണ്ടി കിട്ടുമോ? ഒരു മാനദണ്ഡമില്ലാതെ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന 27,000 ആൾക്കാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുള്ളതാണ്. അവർക്ക് വേണ്ടി അത് കൊടുക്കുക, 7,000 കൊടുക്കാൻ വേണ്ടി 500 മാനദണ്ഡം. പക്ഷേ ആ മാനദണ്ഡം ഗവൺമെൻറ് മാറ്റി എന്നുള്ള പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഗവൺമെൻറ് ആ എടുത്ത തീരുമാനത്തിൻ്റെ അകത്ത് നല്ല കാര്യമാണ്. ഇനി 2 മാസത്തെ കുടിശ്ശിക കൊടുക്കാനെടുത്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. ഇനി എന്താണ് അരുൺ സാറ് പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് 10,000 രൂപയെങ്കിലും കൊടുക്കാനുള്ള മര്യാദ കാണിക്കണമെന്നുള്ളതാണ്. ഒരു മാസം 27,000 ആൾക്കാർക്ക് 27 കോടിയെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. അതിൻ്റെ മറ്റ് മേനി അടിക്കുന്ന സംസ്ഥാനമാണ്. ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരെ എല്ലാം കൂട്ടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന സർക്കാർ തന്നെയാണ്. അവരെ ആ സമരത്തിന് ഇന്നും ആ സമരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? കോവിഡിൻ്റെ സമയത്ത് ഈ പറഞ്ഞ ആശാവർക്കർമാരാണ് ഈ പറഞ്ഞ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നത്. അന്ന് മാസ്ക് ഇട്ട് തൻ്റെ അടുത്തോടു കൂടി കയറി ഇറങ്ങാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിപ്പ കോഴിക്കോട് വന്ന സമയത്ത് ഇവരാണ് കയറി ഇറങ്ങി കാര്യങ്ങളും മരുന്നുകളും സംവിധാനങ്ങളും മുഴുവൻ കൊണ്ടു കൊടുത്തത്. 11 ജീവനുകളാണ് ആ കോവിഡിൻ്റെ സമയത്ത് ആശാവർക്കർമാരെ പൊലിഞ്ഞത്. അതെന്താണ്? അവരുടെ കുടുംബവും അവരുടെ ശൈലിയും അവരുടെ മക്കളും ഭാര്യയും മക്കളും ഭർത്താവിനെയും എല്ലാം ഇട്ട് അവർ പോകുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതനുസരിച്ചിട്ടല്ലേ. അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, റിട്ടയേർഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് വരും ഞങ്ങൾക്ക് ഒരു മിനിമം പണം തരിക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം അല്ല, ഞാൻ പറഞ്ഞത് 5 ലക്ഷം കൊടുത്തില്ലെങ്കിൽ സർക്കാർ പരിഗണിക്കുകയും വേണ്ടേ? ഇത് ഇങ്ങനെ ഒരു സംവിധാനമാണ്. വലിയ ജനസംഖ്യയൊന്നും ഇല്ലല്ലോ. 27,000 പേരിലുള്ളൂ. 27,000 പേര് എന്ന് പറയുന്നത് എത്രയാണ്? 556 പേര് വർക്ക് ചെയ്യുന്നത് ട്രൈബൽ ഏരിയയിലാണ്. ഏകദേശം 21,000 ആൾക്കാർ 41% ആൾക്കാർ പണിയെടുക്കുന്നത് ഈ പറഞ്ഞ മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ്. അവിടെയൊക്കെ ഈ പറയുന്ന സർക്കാരിൻ്റെ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളും എത്തുന്നത് അങ്ങനെയല്ലേ? അങ്ങനെ അതെ. അപ്പം ഇവരെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുകയും അതിനനുസരിച്ച് ഇനി മന്ത്രി വീണ ജോർജ് പറയുന്നതിൽ ഒരർത്ഥമില്ല. കേന്ദ്രത്തിൽ പോയി സമരം നടത്താനാണെങ്കിൽ ഈ വീണ ജോർജിൻ്റെ ആവശ്യമുണ്ടോ? നേരെ അവർക്ക് പോയി കേന്ദ്രത്തിൽ പോയി സമരം നടത്തിയാൽ പോരെ? എന്തിനാണ് വീണ ജോർജിൻ്റെ ആവശ്യം ഇരിക്കുന്നത്? വീണ ജോർജിൻ്റെ ഒരാവശ്യമില്ല. അത് മാത്രമല്ല, ഇവിടെ കൊടുക്കാനുള്ള 17 കോടി കൊടുത്ത് ഇവരെത്ര കൂട്ടി കൊടുക്കുന്നു പറ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ കേന്ദ്രത്തിൽ സമരം ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ ബത്ത കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പോവാം. പക്ഷെ ഒരു കാര്യം ശരിയാണ്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ജനങ്ങൾക്ക് ആശാവർക്കർമാരുടെ ആവശ്യകത വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഗർഭിണി ഒരു വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവരുടെ ഹോസ്പിറ്റൽ ശരി എല്ലാ കാര്യങ്ങളും അല്ല. കാരണം നമ്മളെല്ലാവരും പറയും സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്, നമ്മൾ 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണെന്നെങ്കിൽ പറയുമ്പോഴും
ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും സാധാരണ ജനങ്ങൾക്കും ഈ പറയുന്ന ഗ്രാമീണ മേഖലയിലും SC/ST വിഭാഗത്തിൽപ്പെട്ടൊന്നും കാര്യമായ ധാരണയില്ല. അവിടേക്ക് ഇവർ ചെന്ന് പറഞ്ഞു കൊടുക്കുകയും ഇവർ ചെന്ന് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കുന്നത് കൊണ്ടും ഈ അട്ടപ്പാടി പോലെയുള്ള വയനാടിൻ്റെ മലയോര മേഖലകളിൽ, ഇടുക്കിയുടെ മലയോര മേഖലകളിലൊക്കെ ഈ പറഞ്ഞ ആദിവാസി കുടിലിലൊക്കെ ഗർഭിണികൾക്ക് മരുന്ന് കറക്റ്റായിട്ട് എത്തുന്ന ഈ ആശാവർക്കർമാരുള്ളതുകൊണ്ടാണ്. അവരെ നോട്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്നവരുടെ അവസ്ഥ ആലോചിക്കണം. അവർക്ക് വാഹനങ്ങളില്ല, അവർ രാവിലെ ഇറങ്ങി നടക്കുകയാണ്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നടക്കുകയാണ്. നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്രട്ടേറിയറ്റിന് മുമ്പിലിരുന്ന സ്ത്രീകളെ കണ്ടാൽ കരച്ചിൽ വരും, കരയില്ലേ? കാരണം എന്താണ്, 10ഉം 62ഉം 63ഉം വയസ്സായ സ്ത്രീകൾ എണീറ്റ് നടക്കാൻ പറ്റും. അവർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ഷുഗറില്ലാത്ത ആൾക്കാരാണെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പ്രഷർ ഇല്ലാത്ത ആൾക്കാരാണെന്ന്? അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നവരെ കണ്ടപ്പോൾ തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ അവരെന്തിനു വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത്? 7,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇന്ന് കണ്ണീര് വില മനസ്സിലാവില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നതാണ് പത്രക്കാരോട് പറയുന്നത്, എന്താണ്, ഞാൻ കേന്ദ്രത്തിൽ സമരം നടത്താൻ വരാം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീണ ജോർജിനെ കൊണ്ട് പറ്റുമോ 27,000 ആൾക്കാരെ എടുത്തിട്ട് ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട്? വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നും പറ്റില്ലല്ലോ. വെറുതെ പറയുകയാണ് ഞാൻ സമരം നടത്താൻ ഡൽഹിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എവിടെ കടം മേടിച്ച്, അവിടെ പറഞ്ഞ് ഇന്നത്തെ ബൈറ്റിൽ കേട്ടോ നിങ്ങൾ, കടം മേടിച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാൻ പൈസയില്ല, ഞങ്ങളുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ പൈസയില്ല, ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് പിരിവെടുത്തിട്ടാണ് ഞങ്ങൾ വാഹനം വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശൈലിയിൽ നിന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടത് ആരോട് യുദ്ധം ചെയ്യാനുള്ള അവസ്ഥയല്ല എന്നേ. കാരണം ഇതൊരു 27,000 വരുന്ന പാവങ്ങൾ സർക്കാരിനോട് യുദ്ധം ചെയ്യാമെന്നൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട പണം കിട്ടുക, ഒന്നാമത്തെ കാര്യം. അവർക്ക് മാനദണ്ഡമില്ലാതെ പണം കിട്ടുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്, ഞങ്ങളെ 21,000 രൂപയെങ്കിലും വേണം എന്ന് പറയുന്നത് എത്രയാണ്? 30 ദിവസത്തേക്കാണ് 29,000. 500 രൂപയിൽ ഒരു 350 രൂപയെങ്കിലും മിനിമം കൊടുക്കാനുള്ള ഒരു മര്യാദയെങ്കിലും സർക്കാർ കാണിക്കണമെന്നുള്ളതാണ്. അത് ഇവരെ ഇനിയും ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ മേലെ തീരുമാനം എടുക്കുക. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവസാനം കരഞ്ഞ് വിഷമിച്ച് എല്ലാ അവസ്ഥയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാ പിടിച്ചോ ഇത്ര പൈസ എന്ന് പറയുന്നതിനേക്കാളും മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടെ. ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ധനകാര്യമന്ത്രി ഇത്രയും ദിവസത്തെ അവരുടെ ശമ്പളം പോയി കേട്ടോ. ഇത്ര ദിവസം ശമ്പളം പോയി. ഇത്രയും ദിവസം ആശാവർക്കന്മാർ കേരളത്തിലില്ലല്ലോ. കേരളത്തിലില്ല. ഈ ആശാവർക്കന്മാർ കേരളത്തിലില്ല. ആ സമയത്ത് ഈ പറഞ്ഞ ആശാവർക്കന്മാർ കൊടുക്കേണ്ട മരുന്നുകൾ കൊടുക്കണ്ടോ, ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കണ്ടോ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവരെന്താണ്, അവരിപ്പോൾ IT പ്രൊഫഷണലാണ്, ഇവർക്ക് OTP വേണം, സിസ്റ്റം വേണം, ഇതൊക്കെ പഠിക്കണം. ഒരു 60-65 വയസ്സുള്ള അല്ലെങ്കിൽ 62 വയസ്സുള്ള ഒരു ആശാ വർക്കർ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് പറയും, ഈ സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ട് OTP മേടിച്ച് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറയും. അത് പഠിക്കണവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് ധനമന്ത്രിയും ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ഇവരെ ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് അവരവരുടെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. വലിയ പേരുദോഷം ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് മാത്രമല്ല, ഇനി 2 ഇലക്ഷനാണ് വരാം. ഒന്നത് ഇവരെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഓരോ പഞ്ചായത്ത് വാർഡുകളിലേക്കാണ് പോകുന്നത്. ഇവർ ബന്ധപ്പെടുന്ന ജനങ്ങൾ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? കേരളത്തിലെ വരുന്ന 3.5 കോടി ജനങ്ങളോടാണ്. ആ ബന്ധപ്പെടുന്ന ഇവർ ചെന്ന് പറയുന്നതായിരിക്കും സർക്കാരിൻ്റെ വാക്കുകൾ. സർക്കാർ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നത് ഇവരുടെ വാക്കുകളിലൂടെ ആയിരിക്കും. സർക്കാർ ഒരു ഫീൽ ഗുഡോ ഫീൽ ബാഡോ സൃഷ്ടിക്കാൻ ഈ 27,000-ഓളം വരുന്ന ആശാവർക്കർമാർ മതി. നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ ഭീകരമായ ഇമ്പാക്റ്റ് ആയിരിക്കും 27,000 പേര് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സർക്കാർ മനസ്സിലാക്കിയ സർക്കാരിന് കൊള്ളാം. 100%. സുജയ, ആശാവർക്കർമാർ നിരാശയിലാണ് ആ സമരത്തിലിരിക്കുന്നത്. നമ്മൾ 11 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ മഹാസംഗമം വരുമ്പോഴേക്കും അതിന് നേരെ പറയുന്നത് അത് രാഷ്ട്രീയമായി ഒരു കൂട്ടം ആളുകളെ പ്രതിപക്ഷം കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോലും പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമരം അനാവശ്യമാണ് എന്ന രീതിയിലൊക്കെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശമ്പള വർധന കിട്ടിയവരും ആശാവർക്കർമാരും 2 ത്രാസിൻ്റെ 2 തുലാസുകളിലായി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണക്കുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അവർക്ക് ബാങ്കിലൂടെയും അതുപോലെ വീട്ടിലേക്കുമൊക്കെ ആ പെൻഷൻ കുടിശ്ശിക കിട്ടും. നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ ആ പെൻഷൻ തുക അനുവദിക്കുന്നു. അതുപോലെ തന്നെ ഈ ശമ്പള വർധന നടപ്പാക്കുന്നു. ഈ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയം അത് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നേരത്തെ ആൻഡ്രൂ സർ പറഞ്ഞതുപോലെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് എന്നതൊരിക്കലും കണക്കിൽ
എടുത്തിട്ടില്ല. ഇത്ര പേരല്ലേ ഉള്ളൂ, അവർക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ എന്ന മട്ടിലുള്ള ഒരു നിസ്സാരവൽക്കരിച്ചുള്ള സമീപനം ഈ സമരത്തോടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു 3000 രൂപ കൂട്ടിത്തരാൻ നിങ്ങൾക്കില്ലേ എന്ന ഒരു സ്ത്രീ ഇന്ന് നമ്മുടെ മൈക്കിന് മുന്നിൽ നമ്മുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്. സർക്കാരിനോടുള്ള ചോദ്യമാണ്. അവർ ആവശ്യപ്പെടുന്നത് മിനിമം വേജ് നടപ്പാക്കിയ ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ആ മിനിമം വേജസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും അവർക്ക് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് എത്ര കുറവാണ്. ഈ ഓണറേറിയമായി കൊടുക്കുന്നത്, വേജ് എന്ന് പറയാൻ പറ്റില്ല, ഓണറേറിയമാണ്. ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് ഓണറേറിയമാണ്. അതെ, ഇവിടെ ഇപ്പോൾ ഈ ഭൂനികുതി വർധന വരുന്നു, 50% ഭൂനികുതി. അത് സാധാരണക്കാരന് മേലുള്ള പ്രഹരമാണ്. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന ഇടത്തരക്കാരൻ അല്ലെങ്കിൽ അതിന്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഈ ശമ്പള വർധന കൊണ്ട് ഗുണമുണ്ടായിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. കാരണം PSC ശമ്പള വർധനയിൽ വർഷം 4 കോടിയുടെ അധിക ബാധ്യതയുണ്ട്. അത്രയൊന്നും ഇല്ലല്ലോ സാർ, ഇവർക്കൊരു 3000 രൂപ കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ എന്ന ഒരു ചോദ്യം അവിടെ വരും. PSC ചെയർമാന് ഈ 3.5 ലക്ഷത്തിലേക്ക് ഉയർത്തുന്നു. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? ഇത്രയും കാലങ്ങളായി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പലതവണ മാറ്റിവെച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴും 3.5 ലക്ഷമാക്കി PSC ചെയർമാന്. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്. അതെ, PSC ചെയർമാന് മാത്രമല്ല 20 അംഗങ്ങൾ ഇപ്പോൾ തന്നെ PSCയിലുണ്ട്. ഒരു ഒഴിവ് കൂടി നികത്തുകയാണെങ്കിൽ 21 അതെ, 21 ഉണ്ട്. ഇത്രയും പേരെ വെച്ചുകൊണ്ട് ഇത്രയും പേരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുകയാണ്. അവർക്ക് പിന്നെയും കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നവൻ പുറത്തും. അതായത് 7000 രൂപ കിട്ടുന്ന ഈ ആശാവർക്കർ ചെയ്യുന്നത് 70,000ന്റെ പണിയാണ്. ഇവിടെ ഈ 3.5 ലക്ഷം കൊടുക്കുന്ന ആളുകൾ കൃത്യമായി PSCയിലെ എല്ലാ ഒഴിവുകളും നികത്തുകയും റാങ്ക് ലിസ്റ്റുകളൊക്കെ പെൻഡിംഗ് ആയി നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ഓരോരുത്തരുടെയും പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ട് പരിഗണിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു വിഷയം കൂടി ഇതോടുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നതുവരെ മൃഷ്ടാനം ഭുജിച്ച് അവിടെ അങ്ങനെ അങ്ങ് ഇരിക്കാം. ഈ പണം എല്ലാം കിട്ടും. ഒപ്പം നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ എല്ലാ സൗകര്യവും ഉണ്ട്. 1ാം ക്ലാസ് യാത്രയടക്കം എല്ലാം ഉണ്ട്. 6 വർഷം ഇരുന്നാൽ സാർ, 1 വർഷം ഇരുന്നാൽ മതി. 1 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ 1 വർഷം ഇരുന്നാൽ മതി. മാത്രമല്ല 2016 മുതലുള്ള മുൻകാല പ്രാബല്യം വേണമെന്നുള്ളത് എന്തായാലും അംഗീകരിച്ചില്ല. അതുകൂടി അംഗീകരിച്ചിരുന്നെങ്കിൽ 35 കോടി എക്സ്ട്രാ ഇപ്പൊ അതുകൂടി കയ്യിൽ പോയേനെ. കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ നിങ്ങൾ PSC മെമ്പർമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 500 വരും. അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന പെൻഷൻ എമൗണ്ട് നോക്കിയാൽ ചിലപ്പോൾ ഇതിലേക്ക് കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ 6 വർഷം ഇവർ കാലാവധി തികയ്ക്കുകയാണെന്ന് വെക്കുക. ഇപ്പോൾ ഇരിക്കുന്ന മിക്കവരും എന്തായാലും 6 വർഷം കാലാവധി തികയ്ക്കും. അപ്പോൾ അവർക്ക് അടിസ്ഥാന പെൻഷൻ കൂടാതെ DAയും, അപ്പോൾ ശമ്പളത്തിന്റെ 45% അടിസ്ഥാന പെൻഷൻ എന്ന് പറയുന്നത്, അതുകൂടാതെ DAയും കൂടി വരും. അപ്പോൾ PSC ചെയർമാൻ, ഇപ്പോഴിരിക്കുന്ന PSC ചെയർമാന് കിട്ടാൻ പോകുന്ന പെൻഷൻ 2.5 ലക്ഷം രൂപയാണ്. ശമ്പളം കൂടിയത് മാത്രമല്ല, പെൻഷൻ കൂടി നമ്മൾ പറഞ്ഞു പോകണം. അംഗങ്ങൾക്ക് 1,20,000 നിലവിൽ കിട്ടുന്നതെങ്കിൽ അത് 2.25 ലക്ഷമായി ഉയരാൻ പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ കിട്ടുന്ന തുച്ഛമായ ശമ്പളം, തുച്ഛം എന്ന വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കണം, തുച്ഛമായ ആ ശമ്പളം വർദ്ധിപ്പിക്കാൻ, ഒപ്പം അവരുടെ കുടിശ്ശിക കൊടുക്കാനൊക്കെ അവർക്ക് ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന്, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രായമായവരുണ്ട്, ഒരുപാട് സമയം ഇങ്ങനെ സമരമിരിക്കാനൊന്നും പറ്റാത്ത ആരോഗ്യാവസ്ഥയുള്ളവരുണ്ട്. ഗതികെട്ട് ഈ സന്നദ്ധ പ്രവർത്തനം എന്ന് നമ്മൾ സോക്കോൾഡ് പറയുന്ന ആശാ വർക്കറായി ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഇത് ഉപേക്ഷിച്ചാൽ മറ്റൊരു വരുമാന മാർഗ്ഗമില്ല, അല്ലെങ്കിൽ മറ്റൊരു തൊഴിലിലേക്ക് പോകാനുള്ള പ്രായം കഴിഞ്ഞു പോയ ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത്. പിന്നെ ഇപ്പോൾ ഈ പണം കിട്ടാതെ കുടിശ്ശികയായി കഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം ആരാ? നമ്മൾ സ്കൂളുകളിലൊക്കെ കഞ്ഞിയമ്മ എന്ന് വിളിക്കും. പാചകത്തൊഴിലാളികളോടും ഇതേ അനാസ്ഥയാണ്. അവരൊന്നും ഈ പറയുന്ന വലിയൊരു സംഘടിത തൊഴിലാളി വർഗം അല്ലാത്തത് കൊണ്ടാകാം ആശാ വർക്കർമാർക്കൊക്കെ പ്രത്യേക യൂണിയൻ രൂപീകരിക്കാൻ പറ്റില്ല. CITUവിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിയൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് വരാൻ പറ്റും. കാരണം അവർ ഈ തൊഴിലാളി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ് രംഗത്ത് വരുന്നത് എന്ന ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാണ്. അപ്പോഴാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ KV തോമസിന് എന്ത് ജോലി ചെയ്തിട്ടാണ് എന്നുള്ളത് കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ സമ്പത്തിനെ നിയോഗിച്ചപ്പോഴും എന്താണ് അവിടെ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ പർപ്പസ് ആണല്ലോ. ആ സ്പെഷ്യൽ പർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വർഷം 6,31,000 ചെലവായതുകൊണ്ട് ഇത്തവണ അത് 11,31,000 ആക്കണമെന്ന് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം അങ്ങ് ശുപാർശ ചെയ്യുകയാണ്. KV തോമസിന്റെ ആവശ്യപ്രകാരം എന്ന് തന്നെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓണറേറിയമായി കിട്ടുന്ന ലക്ഷങ്ങൾ വേറെയുണ്ട്. ഈ ആശയ്ക്ക് കൊടുക്കാനേ ഓണറേറിയം കൂട്ടാൻ മടിയുള്ളൂ. പക്ഷേ സമ്പത്തിനും KV തോമസിനും ഓണറേറിയമായി ലക്ഷങ്ങൾ കൊടുക്കാൻ ഒരു മടിയുമില്ല എന്നുള്ളതുണ്ട്. ഈ 2023 ജനുവരിയിൽ വലത്തുനിന്ന് ഇടത്തേക്ക് KV തോമസ് വരുമ്പോഴേക്കും അദ്ദേഹം MLA ആയിരുന്നു, MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഇതിന്റെ എല്ലാം കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടിയതിനു ശേഷമാണ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം എന്തായാലും ഇടതു ചേരിയിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇങ്ങനെ ഒരു പ്രതിനിധിയെ എന്താണ് അവിടെ നമുക്ക് ആവശ്യം? അദ്ദേഹത്തിലൂടെ നേടിയെടുത്ത കാര്യങ്ങൾ എന്താണ്? GST കോമ്പൻസേഷൻ അടക്കം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എന്താണ് അദ്ദേഹം നേടിയെടുത്ത് തന്നത് എന്നുള്ള മാഡം നേരത്തെ ചോദിച്ച ആ ചോദ്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കേരള ഹൗസിലെ കാര്യവും അദ്ദേഹത്തിന് പോയി മേടിക്കാമായിരുന്നു. അദ്ദേഹം ആകെ നേടിയെടുത്തത് എന്താണെന്നറിയോ? മറ്റേ L3 അല്ല, ദുരന്ത കാറ്റഗറി, അത് അദ്ദേഹം കേട്ടോ നേടിയെടുത്തത്. ആ കത്ത് അദ്ദേഹമാണ് നേടിയെടുത്തത്.
നമ്മൾ സംഭാവനകൾ ചെറുതാക്കി കാണരുത്. ആ ഒരു കത്ത് അദ്ദേഹം നേടിയെടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കേരള ഹൗസിൽ ഓഫീസുണ്ട്, സ്റ്റാഫുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യസഭാംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ MP-മാരും ഒക്കെ ചെയ്തു തരാൻ പറ്റത്തില്ല, അവരൊക്കെ ഇൻകേപ്പബിൾ ആണ് എന്നതാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാണ്. അപ്പോൾ അവരൊന്നും ചെയ്തു തരാത്ത കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഈ 3 വർഷത്തെ അദ്ദേഹത്തിന് 2023 മുതലുള്ള 2 വർഷത്തെ 2023 ജനുവരി ടു 2025 ഫെബ്രുവരി KV തോമസിന്റെ കോൺട്രിബ്യൂഷൻസ് അതൊന്ന് സർക്കാർ ലിസ്റ്റ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ അതൊന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ശുപാർശ പോവുകയാണെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ കുറച്ചെങ്കിലും ബോധ്യം വരുമായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് സമ്പത്തിന് കൊടുത്തതൊക്കെയാണ് എനിക്ക് തരുന്നത്, അദ്ദേഹം നിഷ്കളങ്കനാവുകയാണ്. സമ്പത്തിന് കൊടുത്തതൊക്കെയാണ് എനിക്ക് തരുന്നത്, ഞാനായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ 6,31,000 കഴിഞ്ഞ തവണ ചെലവായതെന്നുള്ളത് അദ്ദേഹം പറയാതെ എന്തായാലും പൊതുഭരണ വകുപ്പിന്റെ ഈ പ്രോട്ടോകോൾ വിഭാഗം അങ്ങോട്ട് പോയി ചോദിച്ച് കണ്ടറിഞ്ഞ് എടുത്തു കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആ കാര്യത്തിലും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകണം. ഒരു സ്കൂൾ അധ്യാപിക 13 ലക്ഷം രൂപ കോഴ വാങ്ങി നിയമനം നേടി, 7 വർഷമായിട്ട് അവർക്ക് ശമ്പളം കിട്ടിയില്ല, എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തു. ആ വാർത്തയും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മരണമടക്കം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഈ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകരുടെ ആ കൂട്ടലും നമ്മൾ പറഞ്ഞു പോകണം, എല്ലാം ജനം അറിയണമല്ലോ. അപ്പോൾ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ പ്ലീഡർ രണ്ടുപേർക്കും 150-ലധികം അഭിഭാഷകരുണ്ട്. റഫായിട്ടുള്ളൊരു കണക്കാണ് കേട്ടോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. എന്തായാലും അത്രയേറെ അഭിഭാഷകരുണ്ട്. അത്രയും അഭിഭാഷകർക്ക് ഈ തുക കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടെ. 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ അവർക്ക് കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും ഈ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല. ആശാ വർക്കറുടെ ഓണറേറിയം വരുമ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധി, ബാക്കി ഒന്നിനും ഈ പറഞ്ഞ ഒരു കാര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധി ഒരു വിഷയമേ അല്ല. ഈ ആശാ വർക്കർമാർ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് 2008 അപ്പോൾ അന്ന് പറഞ്ഞത് എന്താണ് അവരോട്, നിങ്ങൾ 1-2 മണിക്കൂർ നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് കാര്യം നോക്കിയതിന് ശേഷം ഫ്രീ ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ. 10ാം ക്ലാസ് പാസ്സായ വിവാഹിതരായ സ്ത്രീകളാണ് ആശാ വർക്കേഴ്സായിട്ട് വരുന്നത്. 25 വയസ്സിന് മുകളിൽ പ്രായം വേണമെന്നുമാണ്. അപ്പോൾ അവർ വരുമ്പോൾ ദിവസം അവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമുള്ള 1-2 മണിക്കൂർ അങ്ങനെ പറഞ്ഞാണ് 18 വർഷം മുൻപ് അവരെ കേരളത്തിൽ ഈ ആശാ വർക്കേഴ്സായിട്ട് കൊണ്ടുവരുന്നത്. കേന്ദ്രത്തിൽ അത് രാജ്യവ്യാപകമായി 20 വർഷമായി, 2005 ഇത് വരുന്നത്. അപ്പോൾ ഈ 1-2 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ 24/7 ജോബായി അവർക്ക് മാറുകയാണ്. മാസത്തിൽ 31 ദിവസമുള്ള ദിവസങ്ങളിൽ 31 ഫെബ്രുവരി ആണെന്ന് മാനദണ്ഡം പൂർത്തീകരിക്കണമെങ്കിൽ 24 മണിക്കൂർ പോരാ. അതാണ് 24 മണിക്കൂർ പോരാ, അവർക്ക് പണിയോട് പണിയാണ്. അപ്പോൾ അത്രയും പണി ചെയ്യുന്ന മനുഷ്യരെയാണ് മനുഷ്യരായിട്ട് പോലും ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇപ്പോൾ ഈ 7,000 ആക്കിയത് തന്നെ കഴിഞ്ഞ വർഷം അവർ ഓരോ ഘട്ടത്തിലും അവർ സമരം ചെയ്ത് തന്നെയാണ് ഇത് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതിയാണ് 1000 രൂപ കൂട്ടി 7,000 ആക്കി കൊടുത്തത്. അപ്പോൾ 26,125 ആശാ വർക്കേഴ്സിനാണ് അന്ന് ഈ 7,000 ആക്കി കൊടുത്തത്. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി നമ്പർ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആശാ വർക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മന്ത്രി പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നതുകൂടി ഞാൻ പരിശോധിച്ചു. അപ്പോൾ ഇത് ഒരു സ്കീം വർക്കറാണ്, അതായത് ഒരു തൊഴിൽ എന്ന രീതിയിൽ നിർവചിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ സർക്കാർ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം. അവർ ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തനമാണ്. സോ അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ വോളണ്ടിയർ ചെയ്യുന്നതാണ്, അതൊരു തൊഴിൽ മേഖലയായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അവരിപ്പോൾ സംഘടിതരായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരൊരു തൊഴിലാളി വർഗമായി അവർ തങ്ങളെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് സർക്കാർ തയ്യാറാകുമോ, അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള ഓണററി വളണ്ടിയർ സ്റ്റാറ്റസ് ആണ് ഇപ്പോഴും നേഷൻ വൈഡ് ആയിട്ട് ഓണററി വളണ്ടിയർ സ്റ്റാറ്റസ്, അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവരൊരു സ്കിൽഡ് ലേബറായിട്ടോ അല്ലെങ്കിൽ അൺസ്കിൽഡ് ലേബറായിട്ടോ അങ്ങനെ 2 കാറ്റഗറിയിലും അവർ വരുന്നില്ല. അപ്പോൾ ഔദ്യോഗികമായ ഒരു തൊഴിൽ പദവി അത് ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ ഒന്നുകിൽ കേന്ദ്ര സർക്കാർ അതിനായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ രാജ്യമെമ്പാടും ഈ ആശാ വർക്കേഴ്സ് ഉണ്ട്. സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത്, 10,000 രൂപ. ബാക്കി എല്ലായിടത്തും കുറവാണ്, കേരളത്തെക്കാൾ കുറവാണ് പശ്ചിമ ബംഗാളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരു ഏകീകരിച്ച ഒരു തുകയിലേക്ക് ഇവർ എത്തുകയാണെന്നുണ്ടെങ്കിൽ രാജ്യം മുഴുവനുള്ള നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയാണിത്. ഇവരുടെ സേവനം ആവശ്യമാണ്. അപ്പോൾ വളണ്ടിയർ സ്റ്റാറ്റസിൽ നിന്ന് മാറിക്കൊണ്ട് അവർക്കൊരു ഔദ്യോഗികമായ തൊഴിൽ പദവി എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നത് മാറി അത് ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്തായാലും സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാർഡിൽ ഒരു ആശയാണല്ലേ, നേരത്തെ തുടങ്ങിയപ്പോൾ 1000 പേർക്ക് ഒരു ആശയായിരുന്നു, ഇപ്പോഴത് ഒരു വാർഡിൽ ഒരു ആശയം എന്നതാണ്. ഒരു വാർഡിൽ 1000-ഓളം ആളുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്തെ കുറിച്ച് പറയുമല്ലോ, കോവിഡ് കാലത്തോട് കൂടിയാണല്ലോ നമ്മൾ ഈ കേരള മോഡൽ എന്നുള്ളത് ഏറ്റവും കൂടുതൽ രാജ്യവ്യാപകമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഏറ്റവും നന്നായി കോവിഡിനെ കൈകാര്യം ചെയ്തു. അങ്ങനെ ഒരു കേരള മോഡൽ നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു വരുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് അങ്ങനെ ഒരു മെച്ചപ്പെടൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ മുതൽ അങ്ങോട്ടുള്ള മുകളിൽ തട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക്
അവർ സംഘടിതരാണ്, അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും, അവർക്ക് എല്ലാ സുരക്ഷിതത്വവും കിട്ടും. പക്ഷേ ഇവർക്ക് ആവശ്യമായ കോവിഡ് കാലത്ത് അവർക്ക് കോവിഡ് പിടിപെടാതിരിക്കാനായിട്ടുള്ള എല്ലാ സേവനങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുത്തിരുന്നോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാണ്. ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും കേരള മോഡൽ സാധ്യമാക്കിയ അധ്വാനം ചെയ്ത മനുഷ്യരാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ വന്നിരുന്നു കൊണ്ട് ഒരു 3000 രൂപയെങ്കിലും കൂട്ടിത്തരുമോ സാർ എന്ന് കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും പ്രായമായ അച്ഛനെയും അമ്മയും ഒക്കെ വീട്ടിൽ നിർത്തിയിട്ടാണ് അവർ ഈ സമരത്തിന് ആ വഴിയിൽ വന്ന് കിടക്കുന്നത്. അവരുടെ ഇന്നലത്തെ രാത്രിയിലത്തെ വിഷ്വൽ നമ്മൾ കണ്ടതാണ്. രാത്രിയിൽ അവിടെ കിടന്ന് ആ പാവം സ്ത്രീകൾ അവരവിടെ കിടന്ന് ഈ സമരം ചെയ്യുന്നത് അവർക്കൊരു 3000 രൂപയെങ്കിലും കൂട്ടിത്തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. സിക്കിമിൽ 10,000 ഉണ്ട്, രാജ്യത്ത് വേറെ മോഡൽ ഇല്ല എന്ന് പറയേണ്ട, കേരള മോഡൽ. അപ്പോൾ കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അത് സാധ്യമാക്കി തന്ന അധ്വാനം ഈ മനുഷ്യരുടേതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കുമായി ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് നിശ്ചയമായും കൂട്ടി അവർക്ക് അത് കൊടുക്കണം. അതെ, അതായത് മിനിമം വേജ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം കേട്ടോ, സെൻട്രൽ അലോക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. 80 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവായിട്ട് കിട്ടേണ്ട പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ പൈസയടക്കം 120 കോടി കൊടുക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാരാണ് എന്നത് കൂടി പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞു പോകണം. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അതും കേന്ദ്ര സർക്കാർ ഉടൻ റിലീസ് ചെയ്യുക. NHMന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഈ കുടിശ്ശിക വരുത്തി. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് NHMന്റെ കാര്യത്തിലുള്ള പേയ്മെന്റിനും ആ ബാധ്യത പേരേണ്ടി വന്നത്. വർധനയിൽ വിവേചനമോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യേസ് എന്ന് തന്നെയാണ്. Meet the editors.